ആ ബബ്ബനാനയുടെ ഫ്രണ്ടിന്റെ മോനാ ആ പോത്തിൻകുട്ടി. ഇവനെ സന്തോഷിപ്പിച്ചാൽ ബബ്ബനും സന്തോഷ. അയ്യോ എന്താ മോനെ, എന്തു പറ്റി? കുറുക്കനും കടുവയും ഒക്കെ തക്കം കിട്ടിയാൽ പിടിച്ചു തിന്നുമെന്നേ അച്ഛൻ പറഞ്ഞു. മോനെ, പിടിച്ചാൽ മാത്രം പോരാ, കടിച്ചാലേ തിന്നാൻ പറ്റൂ. അയ്യോ, ഒന്നും മിണ്ടാതിരിയടോ. ഇവിടെ സത്യമാ പറഞ്ഞത്, കടിച്ചാലല്ലേ പറ്റൂ, അല്ലെങ്കിൽ തൊണ്ടേ കൊടുങ്ങും. കുഞ്ഞല്ലേ, ഇങ്ങനെയൊക്കെ പറയാമോ? എടോ, ഇവനെ പേടിപ്പിക്കരുത്, റിസ്കാ. മാത്രമല്ല നമുക്കിപ്പോൾ വിശപ്പും ഇല്ലല്ലോ. മോനെ, ഞങ്ങളെ വിശപ്പുള്ളപ്പോ കടിച്ചു തിന്നാം കേട്ടോ, പോയിട്ട് പിന്നെ വാ. അയ്യോ മോനെ, ഈ ചേട്ടൻ പറയുന്നതൊന്നും കേൾക്കണ്ട, ഞങ്ങൾ തിന്നാനൊന്നും പോണില്ല. തിന്നാൻ വരുന്നവരെ ചവിട്ടി മെതിച്ചോളാൻ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. അയ്യോ, അതൊക്കെ മോൻ്റെ ഇഷ്ടം. ഇപ്പോൾ പേടി മാറിയില്ലേ? ഇല്ല, എനിക്ക് ഒറ്റയ്ക്ക് നടക്കാനും പേടിയാ. ഇത് വല്ലാപ്പാവുന്ന ലക്ഷണമാ. സൂത്രമുണ്ട്. അതിനെന്താ, മോൻ്റെ നിഴലിനെ ചങ്ങാതിയാക്കിക്കോ. നിഴൽ എപ്പോഴും കൂടെ ഉണ്ടല്ലോ. ഈ ചങ്ങാതിക്കൊരു നല്ല പേരും കൊടുത്തോ. അത് കൊള്ളാം, സൂത്രൻ എന്ന് കൊടുത്തോ, സൂപ്പർ പേരാ. അത് വേണ്ട, ഇരുട്ടു എന്ന് പേരിട്ടോ. ഇരുട്ടു മോനെ. ഇനി മോൻ പോയിക്കോ, എൻ്റെ ഗുഹ എത്തി. ഇരുട്ടു, ഇതാണ് കുറുക്കൻ ചേട്ടൻ്റെ ഗുഹ. ഇരുട്ടുമോൻ വാ, നമുക്ക് ഈ ചേട്ടൻ്റെ ഗുഹയൊന്ന് കണ്ടിട്ട് പോകാം. ശല്യം ഒഴിഞ്ഞു പോകുന്നില്ലല്ലോ. അയ്യോ, ഇരുട്ടുവിനെ കാണാനില്ല. കുറുക്കൻ ചേട്ടൻ പിടിച്ചു തിന്നോ? അത് ഇരുട്ടായതുകൊണ്ടാ. ആഹാ, ഇരുട്ടുവാണെങ്കിൽ ചേട്ടൻ തിന്നുമോ? ഇത്തരക്കാരെ ചവിട്ടി മെതിക്കാൻ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. അയ്യോ അമ്മേ, അയ്യോ എൻ്റെ കാട്ടുമുത്തപ്പ. ഇരുട്ടു, നീ പുറത്ത് നിൽപ്പുണ്ടായിരുന്നോ? വെറുതെ ആ ചേട്ടനെ ഞാൻ ചവിട്ടി മെതിച്ചു. അയ്യോ അമ്മേ, എൻ്റെ നടുവേ.